Hello again everyone. Now let's go a bit more detailed about functional units of computer, which are input unit, central processing unit, primary memory unit, secondary storage unit and output unit. നമ്മളൊരു തവണ പറഞ്ഞു ഇൻപുട്ട് യൂണിറ്റിനെ കുറിച്ച്. Input unit actually does the function of translating data from a form that human can understand to a form with which machine can work with. So the most common input devices are keyboard and mouse. Let me show you a few other input devices which are remote control, a touch screen, a scanner, a digital camera, a webcam. See a joystick. ഈ ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു മൗസ് ലൈക്ക് ഡിവൈസസ് ആണ്, ഒരു പോയിൻറ്റിംഗ് ഡിവൈസ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കേഴ്സർ മൂവ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റ് മൗസിനെ പോലെ ലിമിറ്റഡ് അല്ല, കുറച്ചുകൂടെ വാസ്റ്റ് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്. ആൻഡ് ഓൾസോ യൂഷ്വലി അത് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ കൂടാണ് ഉപയോഗിക്കാറ് ജോയ്സ്റ്റിക്സ്. അതേപോലെ തന്നെ മറ്റൊരു പോയിൻറ്റിംഗ് ഡിവൈസ് ട്രാക്ക് ബോൾ ഉണ്ട്. അതിലൊരു ഒരു ബോളിൻ്റെ മൂവ്മെൻറ്റാണ് ഡിറ്റക്ഷന്. ആ ബോളിൻ്റെ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഈ കേഴ്സറിൻ്റെ മൂവ്മെൻറ്റ് തീരുമാനിക്കുക. അതും ഈ മദർ ബോർഡിൻ്റെ ഈ ചെറിയൊരു ലിമിറ്റേഷനെ എക്സീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ദീസ് ആർ ദി മോസ്റ്റ് കോമൺ ഇൻപുട്ട് ഡിവൈസസ്. നൗ ലെറ്റ്സ് സീ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പോണൻസ്. ഇവിടെയാണ് ആക്ച്വൽ പ്രോസസ്സിംഗ് ഓഫ് ഡേറ്റ നടക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എടുത്ത് അതിലെന്താണ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് അനുസരിച്ച് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്ത് ഗെറ്റ് ഇറ്റ് ഡൺ, അതിൽ പറഞ്ഞിട്ടുള്ള ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർക്യൂട്ടറി ആണ് എന്തിലുണ്ടാവുക, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഈ സർക്യൂട്ടറി ഇതിൻ്റെ മൊത്തം CPU-ൻ്റെ മുഴുവൻ ഫങ്ഷനാലിറ്റീനെയും ഡിവൈഡഡ് ബിറ്റ്വീൻ 2 യൂണിറ്റ് ഓഫ് സർക്യൂട്ടറി, വിച്ച് ഇസ് കൺട്രോൾ യൂണിറ്റ് ആൻഡ് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. കൂടാതെ മെമ്മറി കൂടെ വളരെ അത്യാവശ്യമാണ് സെൻട്രൽ CPU-ൻ്റെ ഫങ്ഷനിങ്ങിന്. സോ റാം ആൻഡ് റോം, ദോസ് ആർ മെമ്മറി കമ്പോണൻസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ CPU. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ CPU, പക്ഷേ ഫോർ എവറി സിംഗിൾ ഫങ്ഷൻ the CPU has to execute memory, an associated memory is needed. ഇത് പറയുമ്പോൾ ഈ റാം is the main memory, ROM is the read only memory. പിന്നെ ഒരു മെമ്മറി കൂടെ പറയേണ്ടതുണ്ട്, രജിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് വെരി സ്മോൾ സർക്യൂട്ട് യൂണിറ്റ് വിച്ച് ക്യാൻ ടെമ്പററിലി സ്റ്റോർ ഡേറ്റ ആൻഡ് ദ CPU ക്യാൻ സ്റ്റോർ ഇൻ ടു ഓർ റിട്രീവ് data from this memory unit very fastly. So ഭയങ്കര ഹൈ സ്പീഡായിട്ടുള്ള മെമ്മറി CPU-ൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് വാല്യൂസും അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസിലേക്കുള്ള വാല്യൂ കോപ്പി ചെയ്യാനും അവിടെ നിന്ന് CPU-ലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വാല്യൂ കോപ്പി ചെയ്യാനും അതുപോലെ മെയിൻ മെമ്മറിയിൽ നിന്ന് CPU-ക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന, അതേപോലെ CPU-ൻ്റെ കാൽക്കുലേഷൻസിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റാം റോം രജിസ്റ്റേഴ്സ് along with the control unit and arithmetic logic unit makes the CPU enabled to perform its task. Central processing unit അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്നൊക്കെ പറയാം. ഇതിനെ നമ്മൾ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് പറയാം. അതായത് നമുക്ക് ഡേറ്റയുടെ മുകളിൽ ചെയ്യാനുള്ള ആക്ച്വൽ അരിതമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് ദി എൻറ്റയർ ഓപ്പറേഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടൊക്കെ, അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എൻറ്റയർ വർക്കിങ്ങിന് കോർഡിനേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം പോലെ. അപ്പോൾ കോർഡിനേഷനും പ്ലസ് ദ ആക്ച്വൽ പ്രോസസ്സിങ് നടക്കുന്നത് CPU കാരണമാണ്. അപ്പോൾ CPU, it's a huge collection or a very large complex circuitry that executes the instructions that are given to the computer. Instructions execute ചെയ്യുക.
എന്നുള്ളതാണ്. അപ്പോൾ മെമ്മറിയിലായിരിക്കും ഇൻസ്ട്രക്ഷൻസ് സേവ് ചെയ്തിട്ടുണ്ടാവുക. ഈ മെമ്മറിയിൽ നിന്ന് ബേസിക്കലി നമ്മുടെ സോഫ്റ്റ്വെയർസൊക്കെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എല്ലാം മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ട് ഈ മെയിൻ മെമ്മറിയിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻസ് എടുത്ത് റിട്രീവ് ചെയ്തിട്ട് അത് എന്താണ് ആ ഇൻസ്ട്രക്ഷൻ എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽ എല്ലാ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊടുക്കുകയും എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് സോ ദാറ്റ് ദ കമ്പ്യൂട്ടർ വിൽ ഗിവ് യു പ്രോസസ്സിങ്ങിൻ്റെ ഔട്ട്പുട്ട് തരികയും ചെയ്യും. ഇതാണ് CPU-ൻ്റെ ഫങ്ഷൻ. CPU also helps input-output devices to communicate to each other. അതായത് ഇതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫറിങ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ബേസിക്കലി a set of data transferring operations between input-output device to CPU, CPU to input-output devices, memory to CPU, CPU to memory, memory to registers, registers to CPU, etc. And also some arithmetic and logic operations that are supposed to happen as a part of the instruction execution. ഈ എല്ലാ ഓപ്പറേഷൻസും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, കോർഡിനേറ്റ് ചെയ്യുക ആസ് വെൽ ആസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് CPU-ൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു. ആൻഡ് CPU is installed or inserted into a socket located on മദർ ബോർഡ്. അതാണ് ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടത്. മദർ ബോർഡിലൊരു സോക്കറ്റ് ഉണ്ട്, ഇതിന് അസോസിയേറ്റഡ് ആയിട്ടൊരു ഫാനൊക്കെ ഉണ്ടാവും, അതായത് CPU ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കൂടുതൽ ഹീറ്റായാൽ അതിൻ്റെ ഇറ്റ് വിൽ നോട്ട് പെർഫോം ഇറ്റ്സ് ഫങ്ഷൻസ് പ്രോപ്പർലി, എല്ലാ സർക്യൂട്ട്സ് ഡിസ്റ്റർബ്ഡ് ആവും എന്നുള്ളതാണ്. അപ്പോൾ ഈ CPU-ൻ്റെ ഫങ്ഷൻസിനെ 2 യൂണിറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൺട്രോൾ യൂണിറ്റ്, ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. നമ്മൾ പറഞ്ഞു ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെ വിൽ ഹാവ് ടു പെർഫോം സം ബേസിക് ഇൻസ്ട്രക്ഷൻ. ഈ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഈ ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ആണ്. ഞാൻ പറഞ്ഞു മെയിൻ മെമ്മറിയിൽ നിന്ന് രജിസ്റ്റേഴ്സിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്ററിൽ നിന്ന് CPU രജിസ്റ്റേഴ്സിലേക്ക് ഉള്ള ചെറിയ ചെറിയ ഡേറ്റ ട്രാൻസ്ഫേഴ്സാണ്. കൂടാതെ അതിൽ എന്തെങ്കിലും അരിത്തമെറ്റിക് ഓർ ലോജിക് ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനത്തെ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുക. കൂടാതെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ ബേസിക്കലി കമ്പാരിസൺ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്. ഇങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ആ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അതും ഈ ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസും കൂടെ ചേർന്നതാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രാമിലെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വിൽ ഹാവ് ടു പെർഫോം മോർ ദാൻ 1 ബേസിക് ഓപ്പറേഷൻസ്. അപ്പോൾ ഏതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് നോക്കുകയും അതിനനുസരിച്ച് ഈ ബേസിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള കുറേ സിഗ്നൽസ് CPU-ൻ്റെ ഡിഫറെൻറ്റ് ഭാഗത്തേക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതായത് ബേസിക്കലി അതിലധികവും ഡേറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസ് ആയിരിക്കും. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് മെയിൻ ടാസ്ക് ഈസ് ടു മെയിൻറ്റെയിൻ ആൻഡ് റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അക്രോസ് ദ പ്രോസസ്സർ. അപ്പം ഒരു ഇൻസ്ട്രക്ഷന് ഒരു കോഡ് ഉണ്ടാവും, ഒരു ബൈനറി കോഡ് ഉണ്ടാവും. ആ ഇൻസ്ട്രക്ഷൻ ആ കോഡിനനുസരിച്ച് ആ കോഡ് എടുത്ത് രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുക. ആ രജിസ്റ്ററിൽ നിന്ന് അതിലുള്ള 0s and 1s സിഗ്നൽസ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിൽ വല്ല അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻ നടത്താനുണ്ടെങ്കിൽ അതിനുള്ള സിഗ്നൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് കൊടുക്കുക, അരിത്തമെറ്റിക് ലോജിക് ALU യൂണിറ്റിന് കൊടുക്കുക, ALU യൂണിറ്റിൻ്റെ ഇൻപുട്സ് ആ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുക എന്നതൊക്കെയാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ പ്രധാന ജോലി. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ എനി പ്രോസസ്സിങ് ഓഫ് ദ ഡേറ്റ. ആ ഡേറ്റ ഇപ്പം നമ്മൾ 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡീഷനാണ് നമുക്ക് കിട്ടേണ്ടത്. സം ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ അതിനുള്ള സർക്യൂട്ടറി ഉണ്ടാവും. 2 നമ്പർ ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടേണ്ട സർക്യൂട്ടറി അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലുണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള സർക്യൂട്ട്സ് അല്ല കൺട്രോൾ യൂണിറ്റിൽ. കൺട്രോൾ യൂണിറ്റ് ഇതൊക്കെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സിഗ്നൽസ് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ CPU-ലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു.
അത് ഈ ഇത്തരത്തിലുള്ള, അതായത് അതിൻ്റെ ഇൻപുട്ട് രജിസ്റ്ററിലേക്ക് അരിതമെറ്റിക് ലോജിക് യൂണിറ്റ് എപ്പോഴും ടു ഇൻപുട്ട് രജിസ്റ്ററിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അവിടെ നിന്നാണ് അരിതമെറ്റിക് ലോജിക് യൂണിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡേറ്റ കിട്ടുക. എന്നിട്ട് റിസൾട്ട് അത് വേറൊരു രജിസ്റ്ററിലേക്കാണ് കോപ്പി ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് എന്താണോ സി പി യുവിൽ നിന്നുള്ള കൺട്രോൾ യൂണിറ്റ് ഏത് ഓപ്പറേഷൻ നടത്തണമെന്നാണ് സിഗ്നൽ കൊടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് ഡു ദ ഓപ്പറേഷൻ ഓൺ ദ ഇൻപുട്ട് ഡേറ്റ ആൻഡ് ഗെറ്റ് ദി ഔട്ട്പുട്ട്. A CPU may contain more than one arithmetic and logic unit. രജിസ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹൈ സ്പീഡ് സ്മോൾ മെമ്മറി കമ്പോണൻസ് ദാറ്റ് helps CPU to save intermediate data, as well as it helps to communicate with the input-output devices, as well as it helps to communicate with the main memory. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ആർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി യൂസ് ടു ക്വിക്ക്ലി ആക്സെപ്റ്റ്, സ്റ്റോർ ആൻഡ് ട്രാൻസ്ഫർ ഡേറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി by the CPU. Now RAM ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ്, വിച്ച് ഈസ് ദി മെയിൻ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ. നമ്മൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് വാങ്ങാൻ പോയാൽ ഏറ്റവും ആദ്യം ചോദിക്കുക എന്തൊക്കെ CPU എന്താണ്, പ്രൊസസ്സർ ഏതാണെന്ന് ചോദിക്കും. പിന്നെ അടുത്ത ചോദ്യം മെയിൻ മെമ്മറി എത്രയാണെന്ന് ചോദിക്കുക. മെയിൻ മെമ്മറിയാണ് ഈ RAM എന്ന് പറയുന്നത്. RAM ഒരു വോളട്ടൈൽ മെമ്മറിയാണ്, അതായത് അതിൽ പവർ ഉണ്ടാവുമ്പോൾ മാത്രമേ അതിൽ ഡേറ്റ സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഡേറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിറ്റെയിൻസ് ദാറ്റ് ഡേറ്റ ഇൻ ഇറ്റ്സ് മെമ്മറി ആസ് ലോങ് ആസ് ദർ ഈസ് പവർ. ഇപ്പോൾ പവറിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റയും ലോസ് ആവും. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ CPU നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് RAM എന്ന് പറയുന്നത്. ഇതിൽ ഡേറ്റ നമുക്ക് റാമിൻ്റെ ഏത് മെമ്മറി ലൊക്കേഷനിലും നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഈ പിക്ചറിൽ കാണുന്ന ദിസ് ഈസ് ഹൗ RAM ലുക്സ് ലൈക്ക്. ഇതും നമ്മൾ മെമ്മറിയിൽ RAM ഇൻസേർട്ട് ചെയ്യാൻ നമുക്കൊരു കറക്റ്റ് സ്ലോട്ടുണ്ട്, അവിടേക്ക് നമ്മൾ RAM ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. ഇറ്റ് ഈസ് ദ മെമ്മറി ദാറ്റ് CPU കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൾ ദ ടൈം. അടുത്തത് റോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ പല സ്ഥലത്തും ഈ റോം മെമ്മറികൾ ഉണ്ടാവും. Read only memory is a type of non-volatile memory, which means that the data is retained even after the power is lost. Non-volatile memory used in computers and other electronic devices. Data stored in ROM cannot be electronically modified after the manufacture of the memory device. Whatever data it has stored is created at the time of its manufacturing. We cannot update it further. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ എപ്പോഴും every time when the computer is switched on and until it is switched off, there are some instruction that has to be routinely executed. അത് പെർമനൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത്രയും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ റോം മെമ്മറിയിലാണ് സേവ് ചെയ്ത് വയ്ക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആദ്യമായിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെർഫോം ചെയ്യേണ്ട കുറച്ച് ബേസിക് ടാസ്കുകളുണ്ട്. അതിനുള്ള കോഡിങ് ഒക്കെ, അതിനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ബയോസ് എന്ന് പറയുക. ഈ ബയോസ് ആക്ച്വലി ഇതുപോലെ ഒരു മെമ്മറിയിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, ഒരു റോം മെമ്മറിയിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതായിരിക്കും. അടുത്തത് സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. അതായത് നമുക്കറിയാം റാമിൻ്റെ മെയിൻ മെമ്മറി വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ വെച്ച് ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റ ഇറ്റ്സ് നോട്ട് സം 2 GB 4 GB ഓർ 8 GB or not even 16 GB. നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിനെ നമ്മളൊരു ഡേറ്റ സ്റ്റോറേജ് ഡിവൈസായിട്ടും ആണ് കാര്യമായിട്ട് നമ്മൾ ഒരുവിധ എല്ലാ ആപ്ലിക്കേഷൻസിനും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരിക്കലും റാമിൽ നമുക്ക് കമ്പ്യൂട്ടർ നമ്മളുടെ ഡേറ്റ മുഴുവനായിട്ട് സേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല അത് വോളട്ടൈലാണ്, അതിന് പെർമനൻറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും എന്നാൽ ആവശ്യമുള്ളപ്പോഴൊക്കെ ഡേറ്റ
നമുക്ക് റാമിലേക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാനൊക്കെ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് വേണം. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് നമുക്ക് ബാക്കിംഗ് അപ്പ് പെർമനൻ്റായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കാനും ഉപയോഗിക്കാം, അല്ലാതെ നമുക്ക് ഈ റാമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെമ്മറി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ റാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാ ഡിവൈസസും ഇല്ലെങ്കിലും ഹാർഡ് ഡിസ്ക് SSD ഒക്കെ നമ്മൾ റാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ്. അതേപോലെ ഫ്ലാഷ് മെമ്മറി എല്ലാം, അതായത് നമുക്ക് കൂടുതൽ എത്ര ഡേറ്റ വേണമെങ്കിലും, അതായത് സൈസ് ഓഫ് ദ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി യൂസ് ചെയ്യുന്നത്. സ്റ്റോർസ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് പെർമനൻ്റ്ലി. അത് കൂടാതെ നമുക്ക് വോളറ്റൈൽ അല്ലാതെ ഡേറ്റയും പ്രോഗ്രാംസും പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിലും സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആവശ്യമാണ്. So these are the examples: hard disk, optical disk, flash memory, SSD. ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ കൂടെ റാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. സ്റ്റോഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് റിലേറ്റീവ്ലി ക്വിക്ക് ആക്സസ്. അതേപോലെ റാൻഡം ആക്സസും റിലേറ്റീവ്ലി ക്വിക്ക് ആക്സസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ശരിക്കും ഹാർഡ് ഡിസ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്കലി ചാർജ്ഡ് സർഫസസ്, ഒരു സെറ്റ് ഓഫ് സർഫസസ് ആയിട്ടാണ് ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് ഒപ്റ്റിക്കൽ ഡിസ്ക് കൂടാതെ ഫ്ലാഷ് ഡിസ്ക്, അത് അടുത്ത ഇതാണ്. ആൻ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ഈസ് എ ഡിസ്ക് ഡ്രൈവ് ദാറ്റ് യൂസസ് ലേസർ ലൈറ്റ് ടു സ്റ്റോർ ഡേറ്റ. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ മെറ്റൽ ഡിസ്കിൻ്റെയോ മുകളിൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ട് നമ്മളുടെ ഡേറ്റ എച്ച് ചെയ്യും. പല ടെക്നോളജി ഉണ്ട്. അപ്പോൾ കോമൺ ഒപ്റ്റിക്കൽ ഡിസ്കുകൾ എന്ന് പറയുന്നത് CD കോമ്പാക്ട് ഡിസ്ക്, പിന്നെ DVD, ബ്ലൂ-റേ ഡിസ്ക് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെർമനൻ്റായിട്ട് ഡേറ്റ എടുത്ത് വെക്കണം, ബാക്കിംഗ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ CD-യിൽ കോപ്പി ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള മെമ്മറി സാധാരണ നമ്മൾ റാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതായിട്ടല്ല യൂസ് ചെയ്യാറ്. ഇതിനെ കുറിച്ച് ഇൻലൈൻ സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല സിസ്റ്റത്തിൽ, പക്ഷേ ബാക്കിംഗ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. ഇത് വളരെ നിങ്ങളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ആണ്. അടുത്തത് ഫ്ലാഷ് ഡിസ്ക്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലാഷ് മെമ്മറി, USB എന്നൊക്കെ പറയും. അതുപോലെ സ്റ്റോറേജ് മൊഡ്യൂൾ മെയ്ഡ് ഓഫ് ഫ്ലാഷ് മെമ്മറി ചിപ്സ്. അതായത് ഇതിൽ യൂഷ്വലി ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയും. അതായത് ഇലക്ട്രോണിക്കലി ഡേറ്റ പെർമനൻ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് സർക്യൂട്ട്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഫ്ലാഷ് ഡിസ്ക് ഹാവ് നോ മെക്കാനിക്കൽ പാർട്സ്. ഇത് മെക്കാനിക്കൽ പാർട്ടുകളില്ല. പക്ഷേ അതിന് ടേം ഡിസ്ക് ഈസ് യൂസ്ഡ് ബിക്കോസ് ദ ഡേറ്റ ആർ സ്റ്റോർഡ് ആസ് ഇഫ് ദേ വേർ ഓൺ ഹാർഡ് ഡ്രൈവ്. വളരെ സ്പീഡി ആയിട്ട്, വളരെ പോർട്ടബിളായിട്ട് നമുക്ക് ഡേറ്റ കൊണ്ട് സേവ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് നോൺ വളട്ടൈൽ കമ്പ്യൂട്ടർ മെമ്മറി സ്റ്റോറേജ് മീഡിയം ദാറ്റ് ക്യാൻ ബി ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ്. നമുക്ക് അതിൽ ഡേറ്റ ഓവർറൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഇത്തരത്തിലുള്ള മെമ്മറിയിൽ. അടുത്തത് SSD ആണ്. അതായത് ഫ്ലാഷ് മെമ്മറീൻ്റെ ഒരു ലാർജർ ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് SSD ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇപ്പോൾ ഈ ഹാർഡ് ഡിസ്കുകളൊക്കെ ഹൈലി റിപ്ലേസ്ഡ് ബൈ SSDs നൗ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസ് that is non-volatile and it uses solid state flash memory. അതായത് ഇലക്ട്രോണിക്കലി റൈറ്റ് ചെയ്യാവുന്ന റീറൈറ്റ് ചെയ്യാവുന്നൊക്കെ ടൈപ്പ് ഓഫ് സർക്യൂട്ടാണ് ഇതിൽ ഉണ്ടാവുക. SSD റീപ്ലേസസ് ദ ട്രഡീഷണൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് നൗ. കാരണം അതിനേക്കാളും ഹാർഡ് ഡിസ്ക് ഡ്രൈവിനേക്കാളും വളരെ സ്പീഡി ആയിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഇപ്പോൾ SSD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണാം ഇവിടെ. ഇത് ഹാർഡ് ഡിസ്ക് ഡ്രൈവാണ്, ട്രഡീഷണൽ മെമ്മറി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് SSD ആണ്. നോക്കൂ, ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ ഒരുപാട് മെക്കാനിക്കൽ പാർട്സൊക്കെ ഉണ്ട്.
അതായത് ഇവിടെ ഒരു ഷാഫ്റ്റ് അത് മൂവ് ചെയ്യണം, ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യണം ഒക്കെയാണ്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ മുകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഡേറ്റ സേവ് ചെയ്യുക. അപ്പോൾ ഇതിന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെക്കാനിക്കൽ പാർട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്ലോവറാണ്, കൂടാതെ ഡാമേജ് വരാനൊക്കെ എളുപ്പമാണ് ഇതിൽ. നേരെ മറിച്ച് SST നോക്കൂ, ഫുള്ളി ഇലക്ട്രോണിക് സർക്യൂട്ടാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൈസ് കുറവാണ്, കൂടാതെ ഡേറ്റ സ്റ്റോറേജ് ആൻഡ് റിട്രീവലൊക്കെ വളരെ സ്പീഡിയാണ് ദാൻ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ ദാൻ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് HDD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉപയോഗിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ SSTകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഔട്ട്പുട്ട് യൂണിറ്റ്. എല്ലാവർക്കും അറിയാം. ഐ ഷോ യു പിക്ചേഴ്സ് ഓഫ് സം കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. See, an output device is any piece of computer hardware equipment that is used to communicate the result of data processing carried out by an information processing system. Actually, it converts the electronically generated information into a human readable form. Human എങ്ങനെയാണ് അത് പെർസീവ് ചെയ്യേണ്ടത്, ആ തരത്തിൽ ഔട്ട്പുട്ടിനെ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസുകളാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഫെമിലിയറാണ് മോണിറ്റേഴ്സ്, പ്രിൻ്റർ, സ്പീക്കേഴ്സ്, പ്ലോട്ടേഴ്സ് ഒക്കെ, പ്രൊജക്ടേഴ്സ്, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിളാണ്. Let's see some storage measurements that are used with നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ സൈസൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസാണ്. വൺ ഈസ് ബിറ്റ്. നമ്മളിപ്പോഴത്തെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമുക്കറിയാം എൻകോഡഡ് ആയിട്ടാണ് ഡേറ്റ സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ, അതായത് നമ്മളുടെ എന്ത് ഡേറ്റയാണെങ്കിൽ പിക്ചർ ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ 2 സിമ്പിൾ വെച്ചിട്ടുള്ള കോഡുകളാക്കി മാറ്റും. നമ്മൾ 2 സിമ്പിൾ വെച്ചിട്ടാണ് ഇതിനെയൊക്കെ എൻകോഡ് ചെയ്യുന്നത്. ആ 2 സിമ്പിളാണ് ഈ 0 ആയിട്ട് നമ്മൾ 0 ആൻഡ് 1, ഈ 2 സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക എൻകോഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഇതിലേതെങ്കിലും ഒരു ഡിജിറ്റ് ബൈനറി, നമ്മൾ ഇതിന് ബൈനറി ഫോം എന്നാണ് പറയുക. ഒരു ബൈനറി ഫോമിനെയാണ് നമ്മൾ ഒരു ബൈനറി ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയാം. അപ്പോൾ ബിറ്റ് എന്താണെന്ന് മനസ്സിലായി. ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുക. നൗ 1024 ബൈറ്റ്സിനെയാണ് നമ്മൾ 1 KB എന്ന് പറയുക. നമ്മളെപ്പോഴും 10⁻3, 1 കിലോ എന്ന് പറഞ്ഞാൽ 10⁻3 ആണ് നമ്മൾ കരുതുന്നത്, ദാറ്റ് ഈസ് 1000. പക്ഷേ 1000 ബൈറ്റ്സ് അല്ല 1 KB, ഇറ്റ് ഈസ് 1024 ബൈറ്റ്സ് ആണ് 1 KB. അത് പവർ 2ൻ്റെ പവറിൻ്റെ ടേംസിലാണ്. 2⁻10 ആണ്. 2⁻10 എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ് നമ്മൾ 1 KB എന്ന് പറയുന്നത്. 2⁻20 അതായത് 1024 കിലോ ബൈറ്റ്സ്. 1024 കിലോ ബൈറ്റ്സിനെയാണ് നമ്മൾ 1 മെഗാബൈറ്റ് എന്ന് പറയാം. അതേപോലെ 1024 മെഗാബൈറ്റ്സ് ആണ് 1 ഗിഗാബൈറ്റ് എന്ന് പറയുന്നത്. 2⁻30. 1024 ഗിഗാബൈറ്റ്സ് ആണ് 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 2⁻40. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇതിലും വലിയ മെഷർമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോറേജുകൾ യൂണിറ്റ് പറയാം, സ്റ്റോറേജിൻ്റെ യൂണിറ്റിന് പറയാം. അടുത്ത നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് വാട്ട് യൂണിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് ആണ്. നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് വെച്ചിട്ടാണ് എത്ര നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ സെക്കൻഡ് കമ്പ്യൂട്ടറിന് പെർഫോം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പെർഫോംഡ് ഇൻ എ യൂണിറ്റ് ടൈമാണ് ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിൻ്റെ മെഷർ എന്ന് പറയുന്നത്. സോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷൻസിനെ പറ്റിയിട്ട് ഒന്നും കൂടെ, അതായത് കമ്പ്യൂട്ടറിലെ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. നമുക്കിനി കമ്പ്യൂട്ടർ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടറിനെ നമുക്ക് അതിൻ്റെ സൈസും അതിൻ്റെ പവർ ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ 5 ആയിട്ട് തരംതിരിക്കാം. ദേ ആർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻ, മിനി കമ്പ്യൂട്ടേഴ്സ് ഓർ മിനി ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ മൊബൈൽ ഡിവൈസസ് ഒക്കെ നമുക്ക് ക്യാൻ ബി കൺസിഡേർഡ് ആസ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. സോ ഇറ്റ് ഈസ് എ സിംഗിൾ യൂസർ
ഇൻഡിവിജ്വൽ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഇറ്റ് ക്യാൻ പെർഫോം എ വെറൈറ്റി ഓഫ് ടാസ്ക്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള CPU ആണ് ഇതിൽ ഉണ്ടാവുക. യൂഷ്വലി ഒരൊറ്റ ആൾക്ക് ഉപയോഗിക്കാവുന്ന, കാരണം വളരെ നമുക്ക് വാച്ചിങ് എ മൂവി അല്ലെങ്കിൽ ഓഫീസ് വർക്ക് അല്ലെങ്കിൽ ഒരു അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ അങ്ങനത്തെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റത്തിനെയാണ് നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുക. എക്സാമ്പിൾസ് ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ് ഒക്കെ മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾസ് ആണ്. It is the smallest size among all type of computers, and പിന്നെ we can only have limited number of softwares installed. It is less expensive and very easy to use. നമുക്ക് വലിയ കമ്പ്യൂട്ടർ എക്സ്പെർട്ടൈസ് ഒന്നും ഇല്ലാത്ത ആൾക്കൊക്കെ ഈ പേഴ്സണൽ കമ്പ്യൂട്ടർ, മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വർക്ക് സ്റ്റേഷൻസ് ആണ്. വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നതും സിംഗിൾ യൂസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ തന്നെയാണ്. പക്ഷേ കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷൻസ് മൈറ്റ് ബി യൂസ്ഡ് ഫോർ സം സ്പെഷ്യൽ പർപ്പസസ് വിത്ത് എ ലോട്ട് ഓഫ് ഒരു മച്ച് മോർ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ദാൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ഒന്ന് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആയിരിക്കാം, അത് സിംഗിൾ യൂസറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലാർജർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, അതായത് സാധാ മൈക്രോ കമ്പ്യൂട്ടേഴ്സിനേക്കാളും സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും. ബെറ്റർ ഗ്രാഫിക്സ് ആയിരിക്കും, മോർ CPU പവർ, അതായത് CPUവിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് ഒക്കെ ഇറ്റ് ഈസ് ഹയർ ദാൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. It can handle information, data analysis, CAD, computer aided design, അങ്ങനെ അതിനൊക്കെ ഉപയോഗിക്കും. ആനിമേഷൻസ്, അങ്ങനെ പ്രത്യേക ഒരു കുറേ നല്ല പ്രോസസ്സിങ് ആവശ്യമുള്ള പ്രത്യേക ടാസ്കുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റംസിനെയാണ് നമ്മൾ വർക്ക് സ്റ്റേഷൻ സിസ്റ്റംസ് എന്ന് പറയാം. സോ ഇങ്ങനെ പറയാം, എനി കമ്പ്യൂട്ടർ ദാറ്റ് ഹാസ് ദ ഫോളോയിങ് 5 ഫീച്ചേഴ്സ് ക്യാൻ ബി ടേംഡ് ആസ് എ വർക്ക് സ്റ്റേഷൻ. സോ മൾട്ടിപ്പിൾ പ്രോസസ്സർ കോർ, അത് മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടാവാം. എറർ ഡിറ്റക്ഷൻ കോഡ് എനേബിൾ ചെയ്തിട്ടുള്ള മെമ്മറി ട്രാൻസ്ഫേഴ്സ് ഉണ്ടാവാം. പിന്നെ റിഡൻഡൻ്റ് അറേ ഓഫ് മെമ്മറി സ്റ്റോറേജ്, അതായത് ഡിവൈസസ് യൂസ് ചെയ്യുന്നതാവാം. അതായത് ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിന് പകരം അറേ ഓഫ് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ടാവാം. പിന്നെ SSD, ഓഫ് കോഴ്സ് ബെറ്റർ പെർഫോമൻസ് ദാൻ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എന്തായാലും അതായിരിക്കാം വർക്ക് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഗ്രാഫിക്സ് പ്രോസസ്സർ യൂണിറ്റ്, അത് CPUവിനേക്കാളും അത് പ്രത്യേകിച്ച് ഒരു CPU ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. GPU എന്ന് പറയുന്നത് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റാണ്. കുറച്ചും കൂടെ ഹൈ എൻഡ് ഫങ്ഷൻസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള, പലതരത്തിലുള്ള ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഒരു പ്രത്യേക ഹൈ എൻഡ് ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പം ഈ വീഡിയോ ഇമേജസൊക്കെ പ്രോസസ്സ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ആപ്ലിക്കേഷൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോസസ്സറുകളാണ്. അപ്പോൾ ഇതൊക്കെയുള്ള സിസ്റ്റത്തിനെ നമുക്ക് വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയാം എന്നാണ് പറയുന്നത്. പിന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ മിനി ഫ്രെയിം ഓർ മിനി കമ്പ്യൂട്ടേഴ്സ്. ഒന്നിൽ കൂടുതൽ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാവുന്ന നല്ല പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ഉള്ള, പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഉള്ള കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ മിനി ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുക. അത് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് പോലൊക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് പ്രത്യേകിച്ച് കൺട്രോൾഡ് ഓപ്പറേഷണൽ എൻവയോൺമെൻ്റ് ഒന്നും വേണ്ട, പക്ഷേ അതിൻ്റെ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെരി ലാർജ് ഓർഗനൈസേഷൻസിന് അതിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉള്ള കമ്പ്യൂട്ടേഴ്സൊക്കെയാണ് നമുക്ക് എന്ത് പറയാം, മിനി കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയാം. അടുത്തത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ മിനി കമ്പ്യൂട്ടേഴ്സിനേക്കാൾ കൂടുതൽ യൂസേഴ്സിനെ സൈമൾട്ടേനിയസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് ഇത്. അൺലൈക്ക് ഇതിൻ്റെ പ്രോസസ്സിംഗ് കേപ്പബിലിറ്റി ഈസ് മച്ച് മോർ ദാൻ മിനി ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ഇത് നോക്കൂ, ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയായിരിക്കും ഇതുണ്ടാവുക. ഏകദേശം ഒരു mainframe computers are designed to support hundreds or thousands of users simultaneously. ഒരേ സമയത്ത് തന്നെ കുറേ അധികം യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായും മൾട്ടി പ്രോസസ്സിംഗ് എൻവയോൺമെൻ്റ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ്
വലിയ ഓർഗനൈസേഷൻസ് ലൈക്ക് ബാങ്കിങ്, ടെലികോം സെക്ടേഴ്സിലൊക്കെ ഡേറ്റനെ മാനേജ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് വളരെ വെരി ലോങ് ലൈഫ് ഉണ്ടായിരിക്കും. കൂടാതെ ഇതിൽ ഡേറ്റ സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ടായിരിക്കും ആൻഡ് എക്സലൻറ്റ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ദർ ഇസ് ഹ്യൂജ് ലാർജ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുക. ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, വെരി ലാർജ് ഓർഗനൈസേഷൻസ്, അതേപോലെ ഹെൽത്ത് കെയറിലും ഒക്കെ യൂസ് ചെയ്യും. എഡ്യൂക്കേഷൻ ഫീൽഡിൽ ബിഗ് യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റോർ ആൻഡ് മാനേജ് ആൻഡ് റിട്രീവ് ഡേറ്റ, ഇതിനൊക്കെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഇനി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ വേൾഡ്. ദേ ആർ ഡിസൈൻ ടു പ്രോസസ് ഹ്യൂജ് വെരി ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റനെ പ്രോസസ്സ് ചെയ്യാനും അതിൽ നിന്ന് ഇൻസൈറ്റ്സ് റിട്രീവ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് ഡേറ്റ നൗ. നമ്മൾ ഈ ഡേറ്റ ഇറ്റ്സ് ലൈക്ക് എ കമ്മോഡിറ്റി നൗ. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് ഇൻഫർ ചെയ്യുന്നത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ബിസിനസ്സൊക്കെ റൺ ചെയ്യണത് തന്നെ. അപ്പോൾ ഒരു ഹ്യൂജ് വോള്യൂം ഓഫ് ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് യൂസ്ഫുൾ പ്രോസസ്സ് ചെയ്യാൻ അറ്റ് എ വെരി ഫാസ്റ്റ് റേറ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലൊക്കെ വളരെ ലിമിറ്റഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സേ ഉള്ളൂ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ പർട്ടിക്കുലർലി അത് പ്രത്യേകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സയൻറ്റിഫിക് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസിലാണ്. അത് വെതർ ഫോർകാസ്റ്റിംഗ്, സയൻറ്റിഫിക് സിമുലേഷൻസ്, ന്യൂക്ലിയർ എനർജി റിസർച്ച്, ഇത്തരത്തിലുള്ള DNA സീക്വൻസിങ്, ഇങ്ങനത്തേനൊക്കെ നമ്മൾ പിന്നെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. So I have already told you the applications of supercomputers. Let me read. It is used for virtual testing of nuclear weapons, critical medical test. അതേപോലെ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് ഫോർ പൈലറ്റ്സ് ആൻഡ് ബിഗിനർ. പെട്ടെന്ന് അത് ഒരുപാട് ഡേറ്റ പ്രോസസ്സ് ചെയ്ത് പെട്ടെന്ന് ഡിസിഷനൊക്കെ എടുക്കേണ്ട വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ്, അങ്ങനത്തെ ഓപ്പറേഷൻസിനൊക്കെയാണ് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. ഇനി ഇതല്ലാതെ തന്നെ ഇതിൻ്റെ പോർട്ടബിലിറ്റി, അതിൻ്റെ യൂസേജൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ആവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് എന്താണ്, അതിൻ്റെ പോർട്ടബിലിറ്റിയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ബാറ്ററി സപ്പോർട്ടിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്, സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടർ പോലെ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു നെറ്റ് ബുക്ക് കമ്പ്യൂട്ടേഴ്സ്. ഇത് അധികം പ്രോസസ്സിംഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ നെറ്റ് വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള നെറ്റ് യൂസ് ചെയ്യാൻ, അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്സ് റീഡ് ചെയ്യാൻ, അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാവുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ നെറ്റ് ബുക്ക് എന്ന് പറയാം. പിന്നെ മൊബൈൽ ഡിവൈസസ് ആസ് യു നോ, ടാബ്സ് ആൻഡ് സ്മാർട്ട് ഫോൺസാണ്. അതിൻ്റെ പോർട്ടബിലിറ്റിയാണ് അതിൻ്റെ പ്രത്യേകത. ബട്ട് സ്മാർട്ട് ഫോൺസ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതിന് പുറമെ ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഫങ്ഷൻസും ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ഡിവൈസസ് ആണ്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്സ്, കുറേ പെരിഫറൽ ഡിവൈസസ് ഒന്നുമില്ല, എല്ലാം ഈ ടാബ്ലറ്റ് യൂണിറ്റിൽ ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സെറ്റ് ഓഫ് ഡിവൈസസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫങ്ഷൻസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓൾസോ ഹിസ്റ്ററി ഓഫ് ദ കമ്പ്യൂട്ടറൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാന ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്. നമുക്കറിയാം വി ലിവ് ഇൻ ദ വേൾഡ് ഓഫ് ഇൻ്റർനെറ്റ് അല്ലേ. ഇത് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ഇൻ്റർകണക്റ്റിംഗ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് വേൾഡ് വൈഡ് ത്രൂ വയേഴ്സ് ഓർ സാറ്റലൈറ്റ്സ് whatever. So computer networking is a practice of connecting computers together to enable communication and data exchange between them അല്ലേ. നമ്മളിപ്പം നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഡേറ്റ എക്സ്ചേഞ്ച്, അതുപോലെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻ ജനറൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് 2 or more computers and it helps users to communicate very easily. Some very common terms in computer network എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് എന്താണെന്നറിയാം, ഇതിൻ്റെ കണക്ഷൻ ഓഫ് 1 or more computers, more than 1 computers. നോഡ്സ് എന്ന് പറയുന്ന ഡിവൈസസ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ദ നെറ്റ്വർക്കിനെ നമ്മൾ നോഡ്സ് എന്ന് പറയാം. ഇറ്റ് കുഡ് ബി കമ്പ്യൂട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ്, സർവേഴ്സ്, റൗട്ടേഴ്സ്, സ്വിച്ചസ് എക്സെട്ര. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂസിങ് വിച്ച് ദി കമ്മ്യൂണിക്കേഷൻസ് ആർ മെയ്ഡ് പോസിബിൾ. Topology, the physical orientation of different devices connected in the network. In the team which provides the internet service is the service provider of networks.
IP അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ യുണീക്ക് അഡ്രസ്സാണ്. ഈ IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫ്യൂ ഡിജിറ്റ്സ് ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ളതായിരിക്കും, വിച്ച് ഇസ് ഡിഫിക്കൽട്ട് ടു മെമ്മറൈസ്. അപ്പോൾ IP അഡ്രസ്സിന് പകരം ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ മീൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാവുന്ന തരത്തിലുള്ള പേരുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു IP അഡ്രസ്സിന് പകരം നമ്മൾ www.google.com എന്നൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IP ഉണ്ടാവും. സോ വെനെവർ യു സെർച്ച് ഫോർ ദിസ് പേജ് യു ആക്ച്വലി ഗോ ടു ദാറ്റ് IP അഡ്രസ്സ്. പിന്നെ ഫയർവാൾ എന്ന് പറയുന്നത് സെക്യൂരിറ്റി സിസ്റ്റമാണ്. വൈൽ കമ്മ്യൂണിക്കേഷൻസ് ആർ മെയ്ഡ് ത്രൂ നെറ്റ്വർക്ക് വി ഷുഡ് ഹാവ് മെക്കാനിസം ഫോർ സെക്യൂരിറ്റി ഓഫ് ഡേറ്റ ആൻഡ് ദ കണ്ടൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫയർവാൾസ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഈസ് വാട്ട് മെയ്ഡ് ഇൻ്റർനെറ്റ് പോസിബിൾ. അപ്പോൾ ഇൻ്റർനെറ്റ് അത്രയും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. So internet is a global networks of billions of computers. Computers are connected between wired and wireless means. ഈ ചിത്രം നോക്കൂ, ഇതിൽ ശരിക്കും ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അക്രോസ് ഓഷ്യൻസ് ഫൈബർ ഒപ്റ്റിക് കേബിൾസ് വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ നെറ്റ്വർക്കാണ് ഈ കാണുന്നത്. Internet is a global network of physical cables which can include copper telephone wires, TV cables and fiber optic cables. Even wireless connectors like Wi-Fi, 3G, 4G or 5G rely on these physical cables to access the internet. Actually, ഒരു 90% of the internet is actually connected using wired network across that fiber optic cables that connects systems across the oceans. പിന്നെ കുറച്ച് നമ്മളുടെ ഓഫ് കോഴ്സ് വയർലെസ് മീൻസുമായിട്ട് കണക്ഷൻസ് വെച്ചിട്ടുമാണ് നമ്മൾ ഇൻ്റർനെറ്റ് അക്രോസ് ദ വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് കണക്ഷൻസ്, ഡയലപ്പ് കണക്ഷൻ, DSL കണക്ഷൻസ്, കേബിൾ സാറ്റലൈറ്റ് കണക്ഷൻ, 3G 4G, നൗ ദർ ഇസ് 5G. സോ ഡയലപ്പ് കണക്ഷൻ നമ്മുടെ ടെലിഫോൺ നെറ്റ്വർക്ക് തന്നെ ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് ഡയലപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ടെലിഫോൺസ് തന്നെ ഇപ്പോൾ നമ്മളെ വീടുകളിലൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആക്ച്വലി ഡയലപ്പ് കണക്ഷൻസ് ആർ ഒബ്സല്യൂട്ട്, അതൊന്നും എവിടെയും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. ഇത് DSLും നമ്മളുടെ ടെലിഫോൺ നെറ്റ്വർക്ക് തന്നെ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പക്ഷേ DSL വേറൊരു ഫ്രീക്വൻസിയിലാണ്. ഇവിടെ ഡയലപ്പ് കണക്ഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേവരാസ് ഡിജിറ്റൽ സബ്സ്ക്രൈബേഴ്സ് ലൈൻ ഈ കണക്ഷനിൽ നമുക്ക് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സർവീസ് ആയിരുന്നു DSL. ഇതും ഓൾമോസ്റ്റ് നമ്മൾ ഇത് ഇപ്പോഴും ഉണ്ട്. ഇത് കുറച്ചുകൂടെ എല്ലാ മറ്റ് കണക്ഷൻസിനേക്കാളും സ്പീഡി ആയിട്ട് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് കണക്ഷനാണ്. പിന്നെ കേബിൾ TV നെറ്റ്വർക്ക്സ് നമുക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഉണ്ട്, നമുക്ക് നെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 3G 4G 5G ഇൻ്റർനെറ്റ് കണക്ഷൻസൊക്കെ അത് ഇത്തരത്തിലാണ് നമ്മൾ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി കണക്ട് ടു ദി ഇൻ്റർനെറ്റ്. നൗ കംസ് ദി വേൾഡ് വൈഡ് വെബ്. എന്താണ് വേൾഡ് വൈഡ് വെബ്? ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പരിചയമാവാൻ, നിങ്ങൾ ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എന്താണ് വേൾഡ് വൈഡ് വെബ്? യൂഷ്വലി കോൾഡ് ദ വെബ് ഫോർ ഷോർട്ട്. കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ്. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് റിലേറ്റഡ് വെബ് പേജസ് ആണ്. ആൻഡ് കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് വെബ്സൈറ്റിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസും ഒക്കെ വേൾഡ് വൈഡ് വെബിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് ദാറ്റ് ഇസ് scattered across the world in different servers. The purpose of a website can be almost anything, like a news platform ആവാം, or advertisement ആവാം, or online library ആവാം, forum for sharing recipes, അങ്ങനെ എഡ്യൂക്കേഷണൽ സൈറ്റ്സ് ആവാം, എന്തോ ആവാം ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരുപാട് വെബ്സൈറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്.
നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വെബ് പ്രോഗ്രാമിന് നമ്മൾ പറയുന്നതാണ് വെബ് ബ്രൗസർ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സാണ് ഇവിടെ ഉള്ളത്. ഇതല്ലാതെ ഇതിന് പുറമേയുള്ള വെബ് ബ്രൗസേഴ്സൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ, മോസില്ല, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഒപ്പേറ ഒക്കെ. വെബ് ബ്രൗസർ എന്താണെന്നറിയാലോ, നമ്മൾ കറക്റ്റ് അഡ്രസ്സ്, അതായത് നമുക്ക് IP അഡ്രസ്സ് അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സിസ്റ്റം വെച്ചിട്ടുള്ള അഡ്രസ്സ്, അതിൻ്റെ URL എന്നാണ് പറയുക. ഇത് വെച്ചിട്ട് നമുക്ക് ആ വെബ് പേജിനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വെബ് ബ്രൗസർ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അഡ്രസ്സിലുള്ള വെബ് പേജിനെ, വെബ് കണ്ടൻറ്റിനെ റിട്രീവ് ചെയ്യുകയും ആ കണ്ടൻറ്റിനെ റിക്വസ്റ്റ് ചെയ്ത ആളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് വെബ് ബ്രൗസറിൻ്റെ ജോബ്. അപ്പോൾ എങ്ങനെയാണ്, വെബ് ബ്രൗസറിൽ ഒരു അഡ്രസ് ബാർ ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ URL, എന്താണ് ഷോർട്ട് ഫോർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, ഇറ്റ് ഈസ് ദി അഡ്രസ് ഓഫ് ദി വെബ് പേജ് ദാറ്റ് വി ആർ ഗോയിങ് ടു ആക്സസ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ വി ക്യാൻ ഗോ ഫോർ സെർച്ച്. അപ്പോൾ എന്ത് ചെയ്യും, വെബ് ബ്രൗസർ വിൽ ഫെച്ച് ദ കണ്ടൻറ്റ് ഓഫ് ദിസ് ടേബിൾ ആൻഡ് വിൽ ബി പ്രസൻറ്റഡ് ബിഫോർ ദി ക്ലയൻറ്റ്. നൗ ലിങ്ക്സ്, അതായത് നമുക്ക് നമ്മളുടെ നെറ്റിൽ കൂടെ നാവിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ാണ് ലിങ്ക്സ് എന്ന് പറയുന്നത്. ലിങ്ക്സിൽ ആക്ച്വലി എന്താണ്, നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്കിനോട് കണക്ട് ചെയ്തിട്ട് ഒരു URL ഉണ്ടാവും, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ URL അതിൽ പറഞ്ഞിട്ടുള്ള പേജിലേക്ക് നമ്മൾ നാവിഗേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ സിംപിളി ബൈ ക്ലിക്കിംഗ് ദ ലിങ്ക്സ് നമുക്ക് ഡിഫറെൻറ്റ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ നമുക്ക് കൃത്യമായ URL, നമുക്ക് കൃത്യമായ അഡ്രസ്സ് അറിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ സെർച്ച് എൻജിൻസ് യൂസ് ചെയ്യുന്നത്. സെർച്ച് എൻജിൻസ് എന്നാണ് പറയുക. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എൻജിൻ നമുക്കറിയാം ഗൂഗിളാണ്. പിന്നെ യൂട്യൂബ് ആണ്, അത് സെക്കൻഡ് ലാർജസ്റ്റ് ബിഗ്ഗസ്റ്റ് സെർച്ച് എൻജിൻ എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഇത് രണ്ടും വളരെ ഫെമിലിയർ ആണ്. ഐ ഡു നോട്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ എനിത്തിങ് ടു യു റിഗാർഡിങ് ഓൾ ദിസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, വിൽ ഹാവ് എ search bar where we can type the keyword. അപ്പോൾ any content that is related to this keyword will be listed for you. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫർദർ സെർച്ച് റിസൾട്ടിൽ നിന്ന് നിങ്ങളുടെ റിക്വയർഡ് കണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി നാവിഗേറ്റ് ബൈ ക്ലിക്കിംഗ് ദോസ് ലിങ്ക്സ്. അതിനാണ് സെർച്ച് എൻജിൻ. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ വെബ് പ്രോഗ്രാം. നമ്മുടെ ലൈഫിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വലിയ വെബ് പ്രോഗ്രാമാണ്. So search engines are Google, Yahoo, Ask, Bing ഒക്കെ search engines ആണ്. Even YouTube is considered as a search engine. നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇതൊക്കെ. We know what social medias are used for. Media is used for social networking. Websites are another way to connect and share with your family and friends online. അതായത് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് വളരെ ഈസി ആക്കിയിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ള ടൈപ്പ് ഓഫ് വെബ് പ്രോഗ്രാംസാണ് ഈ വളരെ കോമൺ ആയിട്ടുള്ള ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ് ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പോൾ ഇതും നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു വലിയ ആപ്ലിക്കേഷനാണ്. ആൻഡ് ഓൾ ദീസ് ആർ മെയ്ഡ് റിയൽ ബൈ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ഡിവൈസ് ഉള്ളത് കാരണമാണ് ഇതൊക്കെ വന്നത്. I have exceeded the time allocated to me now, so let me conclude this presentation, and I hope that you will be benefited for the amount of time that you have spent on this content, and I hope that this information will trigger you to search further and learn more and more about computers. Thank you.